യെസ്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മഹേഷ് ബാബു മാർക്കോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിന് ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ മാർക്കോ കണ്ടവരെല്ലാം തന്നെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് മാർക്കെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് പിന്നെ മുന്നോട്ട് കാണാൻ ശ്രമിക്കാം. എന്തായാലും ആദ്യം തന്നെ നമുക്ക് മഹേഷ് ബാബുവായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യം നോക്കാം. എന്തായാലും മഹേഷ് ബാബു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ രാജമൗലിയിലൂടെ ചേർന്ന ഒരു സിനിമ ചെയ്യുകയാണ്. നമുക്കറിയാം രാജമൗലിയുടെ എല്ലാ സിനിമയും എപ്പിക് സിനിമകളാണ്. ഇപ്പോൾ ഈച്ചയാണെങ്കിലും ബാഹുബലി 1, 2, പിന്നെ എനിക്ക് മറ്റേ എന്താ പറയുക RRR അത്ര ഇഷ്ടപ്പെടില്ല. ബട്ട് എല്ലാവരും എപ്പിക് സിനിമയാണെന്ന് പറയുന്നത്, അപ്പോൾ നമ്മളും എപ്പിക് സിനിമയെന്ന് പറയണമല്ലോ. അതുകൊണ്ട് വെറുതെ പറയാം RRR എപ്പിക് സിനിമയെന്ന്. എന്തായാലും അടുത്ത പടം അദ്ദേഹത്തിൻ്റെ മഹേഷ് ബാബുവായിട്ടൊത്തുള്ള പടമാണ്. സോ എന്തായാലും ആ ഒരു പടത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 1300 കോടി രൂപയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, എന്തിനാണ് ഇത്രയും പൈസ മുടക്കി ഒരു പടം എടുക്കുന്നതെന്ന്. ഇത്രയും മുടക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം കിട്ടുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഒരുറപ്പുമില്ല. സോ എന്തായാലും ഇപ്പോൾ ആരാധകരും അങ്ങനെയാണ് പറയുന്നത്. ഒരു 300 കോടി പോലും അടിക്കാത്തൊരു വ്യക്തി എങ്ങനെയാണ് 1300 കോടി രൂപയുടെ പടം ചെയ്യുന്നതെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. സോ എന്തായാലും അത് കുറച്ച് പാടായിട്ടുള്ള പണിയാണ്. അത് 1300 കോടി രൂപയുടെ ഒക്കെ ഒരു പടം ചെയ്യുക എന്നുള്ളത്. സോ എന്തായാലും 300 കോടി നമുക്കറിയാം. പ്രഭാസിന് മുമ്പ് അത്രയൊന്നും എന്താ പറയുക 100 കോടി പോലും കളക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ആ ഒരു പ്രഭാസാണ് 1500 സംതിങ് കോടിക്ക് കളക്ട് ചെയ്ത്. സോ രാജാവുലിയുടെ സിനിമയിൽ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. ബട്ട് സ്റ്റിൽ 1300 കോടി രൂപ കുറച്ച് കൂടുതലല്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. മാർക്കോയുടെ തെലുങ്ക് വർഷം നാളെ റിലീസാകാൻ പോവുകയാണ്. 350 സ്ക്രീനുകളിലാണ് തുടക്കം തന്നെ മാർക്കോ റിലീസാകാൻ പോകുന്നത്. സോ എങ്ങനെയായിരിക്കും പ്രതികരണം എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു തന്നെ അറിയണം. എന്തായാലും ഇങ്ങനത്തെ സിനിമകളൊക്കെ സാധാരണയായി നോക്കുമ്പോൾ തെലുങ്ക് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നതാണ്. സോ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടുകയായിരിക്കും. എന്തായാലും ആദ്യം തന്നെ 350 സ്ക്രീനിൽ എന്തായാലും ഹിറ്റാകുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്ക്രീനുകൾ കിട്ടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും വളരെ നല്ലൊരു കാര്യം എന്ന് തന്നെ പറയണം.